നമ്മുടെ സെക്കൻഡ് പാർട്ട് ജിയാൻ വരുന്നത് കൂടിയാണ് കഴിയുന്നത്. പിന്നെ ജിയാൻ വന്നിട്ട് ചെറിയ കാലൊക്കെ കയറ്റി വെച്ച് വല്ല വില്ലത്തിയാളെ പോലെ നിന്ന് എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. അപ്പം ലീ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഈ വേഷത്തിലാണ് സ്കൂളിലോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ ഈ വേഷത്തിലാണ് പോകുന്നത്. ഞാൻ സ്കൂളിൽ എത്തിയിട്ട് തല്ലി പിടിക്കുന്ന കുട്ടികളാണല്ലോ, പിന്നെ എൻ്റെ പേരിൽ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലോ അവരുടെ പോയി ഞാൻ തല്ലും, പിന്നെ എൻ്റെ പേരിൽ ഈ ഒരു ഗ്യാങ് രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിബണൊക്കെ എടുത്ത് അവൾ വില്ലന്മാരെ പോലെ തലയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്നേക്ക് പറയണം, നിൻ്റെ എല്ലാവിധ കാര്യത്തിനും ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സിയാവോ അവൻ്റെ തലക്കെട്ടൊന്ന് കൊടുത്തിട്ട്, നീയല്ല പറഞ്ഞത് അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവും ഞാൻ നോക്കിക്കോളാം, എന്നിട്ട് നീ ഇങ്ങനെ ആണോ എന്ന് പറയുന്നുണ്ട്. ലീ പറയാണ്, ഈ മര്യാദക്ക് ആ ഡ്രസ്സ് ഇപ്പം പോയി മാറ്റി യൂണിഫോം ധരിച്ച് പറഞ്ഞു, അല്ലാതെ ഞാൻ വീടിന് പുറത്തേക്ക് ഇറക്കാനായിക്കൂല എന്ന് പറഞ്ഞു. ചെയ്യാൻ പറഞ്ഞു, എന്താ വെച്ച ഇത് ഭയങ്കര കഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ചവിട്ടി കുലുക്കി പോവുകയാണ്. പിന്നീട് അവരെ 3 പേരും കൂടി സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നടുവിൽ ജിയാനും ഒരു സൈഡിൽ സിക്കും ഒരു സൈഡിൽ സിയാവും കൂടിയാണ് 3 പേരും കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഗ്രാൻഡ്മയെയും പിന്നെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലുള്ളൊരു സ്ത്രീയെയും കണ്ടിട്ട് അവരോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ ഞാൻ ചാടി കളിച്ചങ്ങനെ അവൾ പോവുകയാണ്. പിന്നീട് ലീ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഭയങ്കര തിരക്കിലായിരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജീക്കിയുടെ ഒരു ആൻറ്റി വരുന്നത്, ജീക്കിയുടെ അമ്മയുടെ അനിയത്തി. അപ്പോൾ അവർ ലീനോടൊക്കെ ജീക്കുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും സംസാരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ജീക്കുവിൻ്റെ ആൻറ്റി അവൻ്റെ അമ്മയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്താറുണ്ട്, എൻ്റെ സ്ത്രീ അങ്ങനെ പോയതുകൊണ്ടാണ് അവനെ അനാഥയായതെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്നാലും ലീ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കാനും നിൽക്കാറില്ലായിരുന്നു. പിന്നീട് ലീ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ലിങ് വരുന്നത്. ലിങ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്നും പോകാറില്ല, എപ്പോഴും ലീയുടെ വീട്ടിലായിരിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാനൊക്കെ അങ്ങോട്ട് പോകാറുള്ളൂ. പിന്നെ ഇവിടേക്ക് വന്നിട്ട് എനിക്ക് ഈ മാസം സാലറി കിട്ടിയിട്ടുണ്ട്, അപ്പം നിനക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പിന്നെ തരാതെ പക്ഷേ കയ്യിലോട്ട് തരണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലേക്ക് പൈസ വേണ്ട, അപ്പം നിനക്ക് പൈസ വേണ്ട എന്നാണ് പറയുന്നത് ചോദിക്കും. കയ്യിലേക്ക് തരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ പോക്കറ്റിൽ ഇട്ടോ എന്ന് പറയുമ്പോൾ അയാൾ ക്യാഷ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ 2 പേരും ഒടുന്ന് സംസാരിക്കുന്ന സമയത്താണ് സ്കൂളിൽ പോയ കുട്ടികളൊക്കെ വരുന്നത്. ജിക്കും ജിയാനും കൈ വാഷ് ചെയ്യാൻ പോയ സമയത്ത് സിയാവ് അവരുടെ 2 പേരുടെ ഇടയിൽ നിന്ന് മെല്ലെ ജിയാൻ്റെ റൂമിൽ പോയിട്ട് എന്തോ ഒരു സാധനം വെക്കുന്നുണ്ട്. അതേപോലെ തിരിച്ച് വരുമ്പോൾ ജീക്ക് കാണാണ്. ഇപ്പോൾ ജീക്ക് വയ്ക്കും, നീ എന്താ അവളുടെ റൂമിൽ പോയി, എന്താ നിനക്ക് അവിടെ പണിയെന്ന് ചോദിക്കുമ്പോൾ അവൻ വളരെ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവനും കൈ വാഷ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിയാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരുടെയും ശ്രദ്ധ ഇവളുടെ നേരെ തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇവളിങ്ങനെ നോക്കിക്കളി എന്താണ് കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ അവൾ സന്തോഷത്തോടെ ഞാൻ ചാടി കളിച്ച് പറയാണ്, എനിക്കിന്ന് ഫസ്റ്റ് പീരിയഡ്സ് ആയിന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ചമ്മി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കന്തം വിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയണം, ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും എന്തൊരു സന്തോഷമില്ലാത്ത, എല്ലാവരും എന്നെ അഭിനന്ദിക്ക് പറയുമ്പോൾ അവരൊക്കെ വിൽക്കിയിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറയണം, എനിക്ക് പേടിണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ നേരത്തെ ആയി, എനിക്ക് ആവില്ല എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചിരുന്നു, എനിക്ക് വല്ല അസുഖം ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിരുന്നു അവൾ പറയുമ്പോൾ ലീ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് അങ്ങനത്തെ അസുഖമൊന്നുമില്ല, നീ വേഗം ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നത്. എന്നാലും അവൾ ആ ടോപ്പിക്ക് വിടുന്നില്ല. അപ്പോൾ ആ ടോപ്പിക്ക് വിടാൻ വേണ്ടിയിട്ട് ജിക്ക് പറയുന്നുണ്ട്, നമ്മൾ സ്കൂൾ വിട്ട് വന്ന സമയത്ത് ജിയാവ് എന്തോ നിൻ്റെ റൂമിൽ കൊണ്ടുവച്ച് എനിക്കുള്ള എന്തോ ഗിഫ്റ്റാണ് തോന്നുന്നു, നീ വേഗം പോയിട്ട് അത് എടുത്ത് വാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റോ എനിക്ക് വന്നാൽ ഞാൻ വേഗം പോയിട്ട് എടുത്ത് വരാമെന്ന് പറയുമ്പോൾ തന്നെ സിയാവ് പറയുന്നുണ്ട്, അതിപ്പോൾ തന്നെ നോക്കുന്നു വേണ്ട, അത് പിന്നെ നോക്കിയാൽ മതി എന്നൊക്കെ. പക്ഷെ അവൾ അപ്പോഴേക്കും ഓടിപ്പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വന്നു. അത് വേറൊന്നും ആയിരുന്നു, ഒരു പ്രായമായിരുന്നു. അപ്പോൾ അവളത് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ എണിക്കണം, വാവ് എനിക്കിത് കിട്ടിയത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതും കൂടി ആകുമ്പോൾ അവരെല്ലാവരും കൂടി പറ്റ കിളി പോയ അവസ്ഥയിൽ ഇതും കാഴ്ച എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്ത്രീക്ക് വേഗം അത് കണ്ടിട്ട് കണ്ടു പൊത്തുകയാണ്. ഇങ്ങ് പറയണേ, എനിക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര ശൂന്യം, മുകളിൽ പോയിട്ട് വേഗം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങും മറ്റേ മുങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റു 2 പേരും അവരോട് പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. നീ അവളോട് പറയണം, മോളെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് ഒരാളോടും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു, അതിനെന്താ വെച്ചാൽ ഇവർ നമ്മുടെ ഫാമിലി അല്ല, നമ്മുടെ ഫാമിലിയോട് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓദ്യനോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന മട്ടിൽ ലീ അവിടെ നിന്ന് പോവുകയാണ്. ലീയുടെ സ്കൂളാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ഭയങ്കര ഓട്ടത്തിലെ കുട്ടികളെ ഇടയിൽ കൂടെ ഒക്കെ ചാടി ഓടി പോവുകയാണ്. പോകുന്നത് ഒരു റൂമിലേക്കായിരുന്നു. അവിടെ എത്തിയ പാടെ അവിടെ നിന്ന് മൈക്ക് എടുത്തിട്ട് അനൗൺസ് ചെയ്യാണ്, +2 ക്ലാസ് പഠിക്കുന്നത് പ്രിയപ്പെട്ട ചേട്ടൻ സിയാവുടെ അനിയൻ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് എത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ അനൗൺസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ക്ലാസ്സിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സിയാവ കേൾക്കുന്നുണ്ട്.
അവനപ്പോൾ തന്നെ അവൻ്റെ ബുക്കൊക്കെ അടിച്ച് വെച്ചിട്ട് അവിടുന്ന് അവൻ ഓടുകയാണ്. ഇവിടെ ജിയാനും ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ബാഗൊക്കെ എടുത്തിട്ട്. എന്നിട്ട് അവൾ ഓടുന്ന വഴിക്ക് കുറച്ച് ഇഷ്ടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 എടുത്തിട്ട് അവളുടെ ബാഗിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഓടി പോവുകയാണ്. ഇതേ സമയം സീക്കും ഒരു പെൺകുട്ടിയും കൂടി ഒരു ഇടവഴിയിൽ നിൽക്കുകയാണ്. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് 2 പേര് നിന്നിട്ട് ഇവരെ ഭയങ്കര ചീത്ത പറയുകയാണ്. ഈ പെൺകുട്ടി അങ്ങനെ അറിയാതെ ആ ആളുടെ കയ്യിലുണ്ടായിരുന്ന മെഡിസിന് തട്ടുകയും അവിടെ മെഡിസിന് നിലത്ത് പോയി പൊട്ടുകയെന്നൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ വൈക്ക് പറഞ്ഞത്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്തായാലും ഇതിൻ്റെ പൈസ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പേടിച്ചിട്ട് ഞാൻ പൈസ തരാമെന്നൊക്കെ പറയും. സീക്ക് സമ്മതിക്കുന്നില്ല. ഇത് നിൻ്റെ അടുത്ത് പറ്റിയ ഫാൾട്ടല്ല, അവരുടെ അടുത്ത് പറ്റിയ ഫാൾട്ടാണ്, നീ അതിന് പൈസ കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നു. പക്ഷെ അവരെങ്ങനെയെങ്കിലും ഇവരുടെ അടുത്തുനിന്ന് പൈസ തട്ടാൻ നോക്കുകയാണ്. പക്ഷെ അതിന് സീക്ക് സമ്മതിക്കണമില്ല. അവന് പൈസ കൊടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവർക്ക് 2 പേർക്കും ദേഷ്യം വരികയും അവർ ഇവനേക്കും തല്ലുകൂടാൻ നിൽക്കുന്ന സമയത്താണ് ജിയാൻ ഓടി വരുന്നത്. അവൾ ഓടി വരുന്ന കൂട്ടത്തിൽ അവൾ വിളിച്ച് പറയുന്നുണ്ട്, സെക്കൻഡ് ബ്രദർ ഞാനിതാ വന്നു എന്നും പറഞ്ഞിട്ട് അവളുടെ ഷോൾഡറിലുണ്ടായിരുന്ന ബാഗ് ഊരിയിട്ട് അവരുടെ നേരെ എറിയണം. അപ്പോൾ അവർ ചെങ്ങായിൻ്റെ മുഖത്ത് തന്നെ ആ ബാഗ് ചെന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വേദനിച്ചിട്ട് ഒന്ന് പറയട്ടെ അവിടെ വീയാണ്. അപ്പോൾ തന്നെ ആ ഓടി വന്ന് പറയാണ് പോലീസ് വരുന്നുണ്ട്, വേണമെങ്കിൽ ഓടിക്കോടി എന്ന് പറഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ പോലീസ് എന്ന് കേട്ടപ്പോൾ തന്നെ അവർ 2 പേര് അവിടെ നിന്ന് ഓടുകയാണ്. എന്നിട്ട് സീക്ക് ഇവളോട് ചോദിക്കണം, എന്നോട് ഞാൻ ടീച്ചർമാരെ വിളിച്ചുകൊണ്ട് വരാനല്ല പറഞ്ഞത്, നീ എന്തിനാ ഇവനെയും വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ടീച്ചർമാരുടെ ഓഫീസ് റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഒറ്റ ടീച്ചർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മൈക്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്തു കാണ്ട് ഇവനെ വിളിച്ച് വരുത്തിയതാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സിയാവോ അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ എന്ത് പൊട്ടത്തിലാണ് ഈ കാണിച്ചതെന്ന് നിനക്ക് അറിയാവുന്ന അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയാൻ, നീ എന്തിനാ എപ്പോഴെപ്പോഴും എന്നെ തലക്കിട്ട് ഇങ്ങനെ അടിക്കുന്നത്, നീ എന്നെ കിട്ടുമോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. പിന്നെ നിന്നെ പോലത്തെ പൊട്ടിയെ ഞാൻ കിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അവർ പോകാൻ ഇവിടുന്ന് പോവാണ്. എന്നിട്ട് അവർ സ്കൂളിൽ എത്തുമ്പോൾ സ്കൂളിലത്തെ ടീച്ചർ ഇവരെ വിളിച്ച് ചീത്ത പറയണം. എല്ലാ ടീച്ചർമാരും പറയുന്ന സെയിം ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തിനാ സ്കൂളിലേക്ക് കെട്ടിയെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ചീത്ത പറയുന്നത്. എന്നിട്ട് പിന്നെ ആ ടീച്ചർ അവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് കാരണക്കാരായ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി ഇവരുടെ അടുത്തെത്തിയിട്ട് ഇവരുടെ സുഖം പറയണം, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നതെന്നൊക്കെ പറയുമ്പോൾ അവർ വലിയ രീതിയിൽ പറയാറുണ്ട്, സാറുമില്ല ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പേരൊക്കെ ചോദിക്കുമ്പോൾ അവളെ പേര് മിൻക്യു എന്നാണ്, നമുക്ക് മിന്നെന്ന് വിളിക്കാം, അവൾ ജിയാൻ്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഈ കുട്ടിയെ അറിയില്ല, എൻ്റെ ക്ലാസ് തന്നെയാണ് എന്നൊക്കെ അവൾ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയണ ഞാൻ എൻ്റെ ക്ലാസ്സിലാണ്, എൻ്റെ ക്ലാസ് ലീഡറാണെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്നാണ് ഇങ്ങനെ മെല്ലെ അവിടെ നിന്ന് മുങ്ങാണ്. പിന്നീട് ക്ലാസ്സിലെത്തിയ ശേഷം മിൻ ജിയാൻ്റെ അടുത്ത് നിന്ന് പറയാൻ, നിങ്ങൾ നല്ല സേവ് ചെയ്തതിന് പകരം ഞാൻ നിങ്ങൾ ട്രീറ്റ് ചെയ്തോട്ടെ, വൈകുന്നേരം എൻ്റെ വക ട്രീറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ വരാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അന്ന് വൈകുന്നേരം അവർ 3 പേരും കൂടി ഒരു പാർലറിൽ ഇരിക്കുകയാണ്. ജിയാനെ മിന്നെ അവളുടെ ചേട്ടന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സീക്കുവിനെ കാണിച്ചിട്ട് തന്നെ ചെറിയ ചേട്ടനും സിയാവോനെ കാണിച്ചിട്ട് തന്നെ വലിയ ചേട്ടനുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് അവർ ഓർഡർ ചെയ്ത ഐസ്ക്രീം വരുമ്പോൾ ചേട്ടന്മാരും അനിയത്തിയും കൂടി അത് 3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് മിന്നെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ ആദ്യമായിട്ട് കാണാണ്. മിന്നെ അവളുടെ അമ്മേൻ്റെ ആകെയുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സഹോദര ബന്ധം ആദ്യമായി കാണുന്നത് കൊണ്ട് അവളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവരത് 3 പേരും വേറെ ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അവർ 3 പേരും കൂടി അത് 3 കോംബോ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഈ അവളുടെ ഐസ്ക്രീം മിന്നെ നീട്ടിയിട്ട് പറയാണ്, നോക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് തീറ്റി കൊടുക്കണം. അപ്പോൾ അവൾ മടിച്ച് അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചെടുത്ത് കഴിച്ചിട്ട് നല്ല രസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജിയ അവളുടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ചേട്ടന്മാരോട് പറയാണ്, ഇത് വാനിലയാണ്, നല്ല രസമുണ്ട്, വാനില ഇതും കൂട്ടി കഴിച്ചിട്ട് നല്ല രസമുണ്ട് പറയുമ്പോൾ സീക്ക് തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സീക്ക് അതിന് കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നീട് ജിയാനും മിൻകൂടി ഭയങ്കര കമ്പനിയാവുകയാണ്. ഞാൻ ഒരിക്കൽ പാരൻസ് മീറ്റിംഗ് വരുമ്പോൾ ഞാൻ മിന്നും കൂടി അവളുടെ ക്ലാസ് റൂമിലോട്ട് പോകുന്ന വൈകി ജിയ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഭയങ്കര പാവമാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ അച്ഛനെയും പൊക്കി പറയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്, എൻ്റെ അമ്മ കുറച്ച് റൂഡാണ്, ഭയങ്കര മോഡലിൻ്റെ ആളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ക്ലാസ് റൂമിൽ എത്തുമ്പോൾ ഫസ്റ്റ് ജിയൻ്റെ അച്ഛനെ കാണുമ്പോൾ ജിയ മിന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നിൻ്റെ അമ്മ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ അമ്മയെ കണ്ടിട്ട് പറയാണ്, എൻ്റെ അമ്മ ഒരു ബ്രിട്ടീഷ് ക്യൂവിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കമൻറ്റ് അടിക്കുന്നുണ്ട്. അവളുടെ അമ്മ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ജിയനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ക്ലാസ്സിൽ ടോപ്പറാണോ അല്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവളുടെ പേരെന്താ ചോദിക്കുമ്പോൾ ജിയ എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവിടുന്ന് മിന്നെയും വലിച്ചുകൊണ്ട് പോകാനായിട്ട് മിന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പില്ലാത്ത കുട്ടികളുടെ കൂടെ ഒന്ന് കൂടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ഇവരുടെ ക്ലാസ്സിലെ ടോപ്പായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ അമ്മേനെ
അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവളുടെ മകൾ ടോപ്പാണല്ലേ, അങ്ങനെ വേണം കുട്ടികൾ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് അവരുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇടയിൽ ക്ലാസ്സിലെ നമ്പർ 1 കുട്ടീനെ പരിചയപ്പെടുത്തി കൊടുക്കലും അവളുടെ പാരൻസിനോട് 2 വാക്ക് പറയലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 2 വാക്ക് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് സെക്കൻഡ് 1 ആയിട്ട് ഉള്ളത് മിന്നായിരിക്കും. അവളുടെ അമ്മയോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ അമ്മ ഒരു വലിയൊരു സ്പീച്ച് തന്നെ അവിടെ പറയും. അത് കേട്ടിട്ട് അവരുടെ സാറിന് തന്നെ നന്നായിട്ട് ബോറടിക്കണമൊക്കെ ഉണ്ട്. പിന്നീട് അന്ന് രാത്രി അവരെല്ലാവരും കൂടി സ്കൂളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ ലിങ്ങിന് അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ അമ്മ വിളിക്കുകയാണ്. അതായത് സീക്യുവിൻ്റെ അമ്മമ്മ വിളിക്കുകയാണ്. ഇത് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. അവൻ്റെ അമ്മമ്മയാണെന്ന് മനസ്സിലാക്കിയ സിയാവോ നല്ല ഭക്ഷണം മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ലീ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്, ഒരുപാടുണ്ടല്ലോ, നീ കഴിക്കുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണ വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ലിങ് ഫോൺ കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ അവന് കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവനെ എവിടെ ചോദിക്കുമ്പോൾ അവന് എഴുന്നേറ്റ് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഗ്രാൻഡ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് സിയാവോടെ അമ്മയുടെ മോൾക്ക്, അതായത് സിയാവോടെ അമ്മ ഡിവോഴ്സായിട്ട് വേറൊരു കല്യാണം കഴിച്ചു. അതിലുണ്ടായ കൊച്ചിന് ഇവിടെ നാട്ടിലെ അഡ്മിഷൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആ സ്ത്രീ കല്യാണം കഴിച്ചത് സിംഗപ്പൂരിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നൊക്കെ പറയാണ്. എന്നിട്ട് അവരങ്ങനെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് സിയാവോനുള്ള ഭക്ഷണം ഞാനും സീക്കും കൂടി അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവരവിടെ നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിന് സീക്ക് അവൻ്റെ അമ്മയെ കുറിച്ച് എന്തോ അമ്മ എന്ന് പറയുന്നപ്പോൾ തന്നെ ജിയാൻ അവൻ്റെ കാലിന് പിച്ചാണ്. അപ്പോൾ അവൻ അവരുടെ പേര് പറയുന്നപ്പോൾ അപ്പോഴും പിച്ചാണ്. അപ്പോൾ സീക്ക് പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ വല്ലാതെ പിച്ചൊന്നും വേണ്ട, എൻ്റെ അമ്മയെ എന്നെ ഇട്ടിട്ട് പോയതാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നീട് അവരവിടെ 1, 2 പറഞ്ഞാൽ തല്ല് കൂടുകയാണ്. പിന്നീട് ജിയാൻ സിയാവോടെ ബെഡ് കയറി കിടന്നിക്കാണ്ട് അവൻ്റെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് മണത്തിട്ട് എടാ ഇതിന് നല്ല മണാണല്ലോ പറയുമ്പോൾ തന്നെ ജിയാൻ വേഗം നീച്ചിട്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ബെഡിൽ കയറി കിടക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നീപ്പിച്ചാണ്. അപ്പോൾ അവൾ എങ്ങനെയാണ് എൻ്റെ ബെഡ് എന്നെ കടത്താൻ അയച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഉണ്ടാക്കി ന്യൂഡിൽസ് നീ കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫുഡും കൊണ്ട് അവൾ അവിടുന്ന് പോവുകയാണ്. പിന്നീട് അവളുടെ പിന്നാലെ സീക്കും കൂടി പോവുകയാണ്. എന്നിട്ട് അവർ 2 പേരും പോകുന്നത് നോക്കിക്കാണ്ട് സിയാവോ അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതോടുകൂടി നമ്മുടെ 3ാമത്തെ എപ്പിസോഡും കൂടി കഴിയാണ്.